ഹലോ അസ്സാം വലൈക്കും എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വെൽക്കം. അപ്പോൾ കുറേ ദിവസമായില്ലേ നമ്മൾ വ്ളോഗൊക്കെ ആയിട്ട് കണ്ടിട്ട് 2 ദിവസം ഒരു തട്ടിക്കൂട്ടൽ കുക്കിംഗ് വീഡിയോസൊക്കെ ആയിട്ടായിരുന്നു നമ്മൾ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതാ വീട്ടിൽ കുറച്ച് ഹോസ്പിറ്റൽ കേസും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് ബുദ്ധിമുട്ടിലായിരുന്നു കേട്ടോ. അതുകൊണ്ട് അതിൻ്റെ ഇടയിൽ നമുക്ക് വീഡിയോ എടുക്കാനും ഒന്നിനുള്ളൊരു മാനസികാവസ്ഥ ആയിരുന്നില്ല, പിന്നെ ടൈമും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇക്കാക്ക് പനിയായിരുന്നു കേട്ടോ. ഇപ്പോൾ ഇതൊരു 3-4 ദിവസമായി തുടങ്ങിയിട്ട് ഇപ്പോഴും മാറിയിട്ടില്ല, ഓക്കെ ആയി വരുന്നതേ ഉള്ളൂ. അപ്പോൾ ഇഞ്ചക്ഷൻ വെക്കാനുണ്ട്. 3 ദിവസം നമ്മൾ പോയിട്ട് ഹോസ്പിറ്റലിൽ പോയിട്ട് രാവിലെയും വൈകുന്നേരത്തൊക്കെ പോയിട്ട് ഹോസ്പിറ്റലിൽ പോയിട്ട് ഇഞ്ചക്ഷൻ വെക്കണം കേട്ടോ. അപ്പോൾ ആ ഒരു ഇഞ്ചക്ഷൻ വെക്കുന്നതുകൊണ്ട് ഇപ്പോൾ ഓക്കെ ആയി വരുന്നുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ സ്കൂളും കാര്യങ്ങളൊക്കെ ഉണ്ട്, തിങ്കളാഴ്ചയാണ്. അപ്പോൾ ഇന്നത്തെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. രാവിലത്തെ കുറേ കാര്യങ്ങളൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല, ടൈം തന്നെ നല്ലോണം പോയിട്ടുണ്ടായിരുന്നു നേരം വൈകി എഴുന്നേറ്റിട്ട്. അപ്പോൾ രാവിലെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നത് ദോശയാണ്. അപ്പോൾ തീ കത്തിച്ച് തീയൊക്കെ ആയ ശേഷം പിന്നെ അടുപ്പിൽ തന്നെ ഉണ്ടാക്കി. പിന്നെ അതിലേക്ക് വേണ്ടിയിട്ട് മുട്ടക്കറിയാണ് വെക്കുന്നത്. അപ്പോൾ ഇപ്പോൾ തേങ്ങ അരച്ചിട്ടുള്ള വെക്കാമെന്ന് വിചാരിച്ചിട്ട് തേങ്ങ ഇതാ പീസാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ തേങ്ങ അരച്ച മുട്ടക്കറി എനിക്ക് വെക്കാൻ അറിയില്ല കേട്ടോ, ഞാൻ അധികം വെച്ചിട്ടില്ല. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് യൂട്യൂബിൽ നോക്കിയപ്പോൾ നമ്മുടെ ഷാൻജിയോ ഉണ്ടല്ലോ, നമ്മുടെ മുട്ടക്കാക്ക, അപ്പോൾ അയാളുടെ വീഡിയോസ് ഏത് നോക്കി ഉണ്ടാക്കിയാലും നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടാറുണ്ട്. പക്ഷേ ഈ പ്രാവശ്യം ഞാൻ ഉണ്ടാക്കിയത് എന്തോ കൊളായിപ്പോയി. മസാല കൂടിയതാണോ കുറഞ്ഞതാണോ എന്താ അറിയില്ല. പിന്നെ തേങ്ങയും മൂക്കാത്ത തേങ്ങ ആയിരുന്നു കേട്ടോ, നമ്മുടെ കരിക്കല്ല തേങ്ങയല്ല, ആ ഒരു പരിവുണ്ടല്ലോ അതായിരുന്നു. അങ്ങനെ നമ്മൾ ചടപടേനിതാ നമ്മളെ പണികളൊക്കെ തീർത്ത് മക്കളെ 2 പേരെയും സ്കൂളിലും അംഗനവാടിയിലൊക്കെ വന്ന് വിട്ടിട്ടുണ്ട് കേട്ടോ. വിട്ടിതാ ഒരു അരമണിക്കൂറൊക്കെ റെസ്റ്റ് ചെയ്ത് ഒരു 11 മണിയൊക്കെ കഴിഞ്ഞിട്ടാണ് ബാക്കി പണികളൊക്കെ നമ്മൾ തുടങ്ങുന്നത്. അങ്ങനെ നമ്മൾ ഇന്നലെ തിരുമ്പിയ തുണികളുണ്ടായിരുന്നു, അത് ഏകദേശം ഉണങ്ങിയിട്ടുണ്ട്. ചിലതൊന്നും ഉണങ്ങിയിട്ടില്ല, ചിലതൊക്കെ ഉണങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ആദ്യം എടുത്തിട്ട് ഉള്ളിൽ കൊണ്ടുപോയി വെക്കുമായിരുന്നു. അപ്പോൾ രാവിലെ തന്നെ നമ്മൾ തിരുമ്പി ഇട്ടിട്ടുണ്ടായിരുന്നു, പക്ഷേ വിരിച്ചിട്ടിട്ടില്ല കേട്ടോ. അപ്പോൾ ഇതൊന്ന് എടുത്ത് മാറ്റിയ ശേഷം ഇവിടെ വിരിച്ചിടാമെന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ തുണികളും കാര്യങ്ങളൊക്കെ ഒന്ന് എടുത്ത് വെക്കുന്നുണ്ട് കേട്ടോ. ഇന്നിവിടെ അത്യാവശ്യം വെയിൽ കുറച്ച് കുറവുണ്ട്, വെയിലും ഇല്ല മഴയും ഇല്ല, ആ ഒരവസ്ഥ. രാത്രിക്ക് അത്യാവശ്യം മഴ പെയ്തിട്ടുണ്ടായിരുന്നു, പുറത്തൊക്കെ വെള്ളം ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ തുണികളും കാര്യങ്ങളൊക്കെ ഒന്ന് എടുത്ത് വെക്കാണ് കേട്ടോ. അങ്ങനെ ഉണങ്ങിയ തുണികളൊക്കെ കൊണ്ടുപോയി വിരിച്ച ശേഷം പിന്നെ ബാക്കി ഇത് തിരുമ്പിയ തുണികൾ ഇവിടെ വിരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഇത് രാവിലെ തന്നെ വിരിച്ചിടാന്നുണ്ടായിരുന്നു, പക്ഷേ ടൈം ഇല്ലാത്തതുകൊണ്ട് പിന്നെ വന്നിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചതാണ് കേട്ടോ. പിന്നെ കിച്ചൻ്റെ അവസ്ഥ പറയണ്ടല്ലോ, നല്ലോണം കുളമായി കിടക്കുകയാണ് കേട്ടോ. രാവിലെ ഒന്നും ക്ലീൻ ആക്കാൻ ടൈം കിട്ടില്ല. അപ്പോഴത്തേക്കും ഇതാ 11:30 ആയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഒക്കെ നീച്ചിട്ട് ഇതാ TV ഒക്കെ കണ്ടുകൊണ്ട് അവിടെ കിടക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഒന്നും നോക്കില്ല, അടിച്ച് വാരി തുടയ്ക്കാമെന്ന് വിചാരിച്ചു, എന്നിട്ട് ബാക്കി ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം പെട്ടെന്ന് ആരെങ്കിലും വീട്ടിലേക്ക് വന്ന് ആകെ അലങ്കോലമായി കിടക്കുകയാണ് അടിച്ച് വരാഞ്ഞിട്ട്. അപ്പോൾ അതുകൊണ്ട് വേഗം അടിച്ച് വാരി തുടയ്ക്കാം, എന്നിട്ട് പിന്നെ കിച്ചൺ ക്ലീൻ ആക്കിയിട്ട് പാത്രങ്ങളൊക്കെ കഴുകാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ ഇതാ അടിച്ച് വാരി ഇതാ കിച്ചൺ എത്തിയിട്ടുണ്ട്. ബാക്കി ഭാഗ്യമൊന്നും അടിച്ചു വാരുന്നൊന്നും വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ. അടിച്ചു വാരലൊക്കെ ഇതാ ഏകദേശം കഴിയാനായിട്ടുണ്ട് കേട്ടോ. അടിച്ചു വാരി തുടച്ച് കഴിഞ്ഞിട്ട് പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാമെന്നാണ് കേട്ടോ വിചാരിക്കുന്നത്. കാരണം ഇല്ലാന്നുണ്ടെങ്കിൽ നിലത്ത് കൂടെ അങ്ങനെ നടക്കുമ്പോഴൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഈ പൊടിയിലൊക്കെ ഇങ്ങനെ ചവിട്ടി നടക്കുമ്പോൾ. പിന്നെ പെട്ടെന്ന് ആരെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് അടിച്ചു വാരി തുടച്ചിട്ട് കഴിഞ്ഞാൽ പിന്നെ ബാക്കിയൊക്കെ കുഴപ്പമില്ലല്ലോ, ബാക്കിയൊക്കെ മെല്ലെ ചെയ്താലും കുഴപ്പമില്ലല്ലോ. അങ്ങനെ ഇതാ ആളും കാര്യങ്ങളൊക്കെ ഒന്ന് തുടച്ചെടുക്കാണ് കേട്ടോ. കിച്ചൺ ഇപ്പോൾ തുടക്കുന്നില്ല, കിച്ചൺ ലാസ്റ്റ് തുടക്കാമെന്ന് വിചാരിച്ചു. കാരണം കിച്ചണിൽ ഫാൻ ഇല്ലല്ലോ, അതുകൊണ്ട് തന്നെ നമ്മൾ തുടച്ച് കഴിഞ്ഞാൽ പെട്ടെന്നൊന്നും ഉണങ്ങി കിട്ടില്ല. അപ്പോൾ പിന്നെ നമ്മൾ അതിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ നടന്ന് കഴിയുമ്പോൾ അവിടെ പിന്നെ ഇങ്ങനെ ചെളിക്കാലിൻ്റെ പാടുകൾ. പിന്നെ റൂമിൽ നമ്മൾ ഉണങ്ങിയ തുണികൾ കൊണ്ടുവന്നിട്ടിട്ടുണ്ടായിരുന്നല്ലോ പുറത്തുനിന്ന്, അതിൽ കുറച്ച് തുണികളൊന്നും ഉണങ്ങിയിട്ടില്ല കേട്ടോ. നല്ലോണം നമ്മളെ ടീഷർട്ടിൻ്റെ കോളറും പിന്നെ ഉടുപ്പിൻ്റെ ഉൾഭാഗവും അങ്ങനെ ചില ഭാഗങ്ങളൊന്നും ഉണങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ആ ചെറിയ നനവുള്ളതൊക്കെ ഈ ഒരു നമ്മളെ സ്റ്റെയർ കേസിൻ്റെ മേലെ കുറച്ച് ഗ്യാപ്പ് ഉണ്ടല്ലോ അവിടെ കൊണ്ടുവന്നിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ ഈ ഒരു സൈഡിലും കുറച്ച് തുണികൾ ഇട്ടിട്ടുണ്ടായിരുന്നു, അതൊന്നും ഉണങ്ങിയോ നോക്കാൻ വേണ്ടി പോയി, പക്ഷെ തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ അത് അവിടെ തന്നെ കിടന്നിട്ട് വിചാരിച്ചു കേട്ടോ. അവിടെ സൺസൈഡിൻ്റെ താഴത്തിട്ടിക്കാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയ മഴയൊന്നും ചെറിയ മഴയൊന്നും കൊള്ളൂല. വലിയ മഴയൊക്കെ വന്ന് ഇങ്ങനെ ചീത്താല കടിക്കുമ്പോൾ ചെറുച്ചിട്ട് ഇങ്ങനെ നനയോ കേട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ അടുക്കള യുദ്ധം തുടങ്ങുകയാണ്. അതിലേക്ക് ഇതാ നമുക്ക് രാവിലെ മുട്ട വേവിച്ച് ആ ഒരു മുട്ടത്തോടും ഉള്ളിയും കാര്യങ്ങളും എന്താ അടുക്കളയിൽ എന്തൊക്കെയുണ്ടോ അതൊക്കെ ഉണ്ട് നമ്മളെ വീതനം കേട്ടോ. അച്ചാറടക്കം ഉണ്ട്, ഫൈസിക്കുട്ടിക്ക് കൊണ്ടുപോകാൻ വേണ്ടി എടുത്തതാണ്. അങ്ങനെ വീതനയും കാര്യങ്ങളൊക്കെ ഒതുക്കുന്നതിന് മുന്നേ തന്നെ ചെറുപയറുണ്ടായിരുന്നു, കുറച്ച് അധികമാക്കുന്ന ഉപ്പേരി വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മാത്രം ഒന്ന് വെള്ളത്തിലിട്ട് വെക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് വേണ്ട, നമ്മൾ മറ്റേ കറുകത്തുണ്ടല്ലോ അതും കൂടി ഉപ്പേരി വെക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് രണ്ടും കൂടി ഒരുപാട് വേണ്ടാറുണ്ട്. ഇക്കാക്ക് മാത്രം ചെറുപയറുപ്പേരി കുറച്ച് വെക്കാണ് കേട്ടോ. അതങ്ങനെ വെള്ളത്തിൽ കുതിർത്താനിട്ട ശേഷം പിന്നെ വീതനയും കാര്യം ഒന്ന് തുടച്ച് വെക്കാണ്. രാവിലെ ചുട്ട ദോശയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, പക്ഷെ ഇന്ന് എല്ലാ ദോശയും കരിഞ്ഞു പോയി, എന്താണെന്നറിയില്ല. വേറെ ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ ഓരോ പണികൾ ചെയ്യുന്നതുകൊണ്ട് തന്നെ ദോശ ഓൾമോസ്റ്റ് എല്ലാം കരിഞ്ഞു എന്ന് പറഞ്ഞാൽ നല്ലോണം കരിഞ്ഞിക്കല്ല, എന്നാലും കരിഞ്ഞ ദോശ കഴിക്കാൻ ഒരു ടേസ്റ്റ് ഇല്ലല്ലോ. അങ്ങനെ ദോശയൊക്കെ 5-6 കേട്ടോ. അവിടെ ഇന്നൊക്കെ അങ്ങനെ പറ്റിപ്പോയി. ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ആവശ്യത്തിന് മാത്രമേ ചുടുള്ളൂ, ബാക്കി അങ്ങനെ എടുത്തൊക്കെയാണ് ചെയ്യുക. അപ്പം ഇന്നത്തെ രാവിലത്തെ മൊത്തത്തിൽ എന്തൊക്കെയോ പോക്കായിരിക്കുമായിരുന്നു. അതുകൊണ്ട്
അങ്ങനെ ദോശ അങ്ങനെ ഓർമ്മയില്ല, അതൊക്കെ ചുട്ടു വെച്ചു, മാവ് തീർന്നു, ദോശയൊക്കെ കരിയും ചെയ്തു. അങ്ങനെ ഇതാ നമ്മൾ ഉള്ളിത്തോലും കാര്യങ്ങളും വേസ്റ്റും കാര്യങ്ങളൊക്കെ ഒന്ന് തുടച്ച് ക്ലീനാക്കി എടുക്കണം കേട്ടോ. പിന്നെ നമ്മളെ വീഡിയോ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ, പുതുതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അതുപോലെ തന്നെ നമ്മളെ വീഡിയോസൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒരു റെഡ് ഹാറ്റും കൂടി ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. അങ്ങനെ കിച്ചണൊക്കെ ഒന്ന് ക്ലീനാക്കി പാത്രങ്ങളൊക്കെ കഴുകി ഒതുക്കി വെച്ച ശേഷമാണ് കേട്ടോ ഉപ്പേരി വെക്കുന്നത്. അപ്പോൾ നമുക്ക് കപ്പളങ്ങ ഉപ്പേരി വെക്കാമെന്ന് വിചാരിച്ചിട്ടതാണ് കേട്ടോ, അപ്പുറത്തെ വീട്ടിൽ നിന്ന് തന്നതാണ് കേട്ടോ. അപ്പോൾ ഇക്കാക്ക് നമ്മളെ ബ്ലഡ് ചെക്ക് ചെയ്ത സമയത്ത് കൗണ്ട് കുറവാണ്. അപ്പോൾ അതുകൊണ്ട് കപ്പലങ്ങയും അതുപോലെ തന്നെ നമ്മുടെ പാഷൻ ഫ്രൂട്ട് അതൊക്കെ കഴിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പാഷൻ ഫ്രൂട്ട് 1-2 കഴിച്ചു. പിന്നെ നമുക്കിത് ഇത് ഉപ്പേരി വെച്ചിട്ട് കഴിക്കാമെന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ. ഓൾമോസ്റ്റ് ഇത് ഇഷ്ടമല്ല, നമ്മളിതിവിടെ ഉണ്ടാക്കാറേ ഇല്ല, എനിക്കും പ്രത്യേകിച്ച് ഇഷ്ടമല്ല കേട്ടോ. പക്ഷേ ഇന്ന് ഉണ്ടാക്കി എന്തോ ടേസ്റ്റ് ഉണ്ടായിരുന്നു, എനിക്കിഷ്ടമായി കേട്ടോ. ഞാൻ ഉണ്ടാക്കിയിട്ട് തന്നെ എല്ലാം തോന്നുന്നുണ്ട്, എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ അതിൻ്റെ ഉള്ളിലത്തെ കാര്യം മറ്റേ അരികളും കാര്യങ്ങളൊക്കെ ഒന്ന് കളഞ്ഞ് കട്ട് ചെയ്തിട്ട് ഗ്രേറ്റ് ചെയ്തിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടോ. അങ്ങനെയാണ് ഒന്നുകൂടി ടേസ്റ്റ് ഉണ്ടാവുകയെന്ന് തോന്നിയിട്ട് ഗ്രേറ്റ് ചെയ്തിട്ടാണ് ഉണ്ടാക്കിയത്. സംഭവം കുഴപ്പമില്ല, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതെങ്ങനെ വെക്കണമെന്ന് വെച്ചാൽ എല്ലാവർക്കും അറിയുന്നത് തന്നെ ആയിരിക്കും. ഇതേപോലെ ഗ്രേറ്റ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ മിക്സിൻ്റെ ജാറിൽ തേങ്ങയും ഒരു വെളുത്തുള്ളി, പിന്നെ ചെറിയൊരു പീസ് നമ്മുടെ സവാള, ചെറുള്ളിയാണെങ്കിൽ മതി, പച്ചമുളകും ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക, ചെറിയ ജീരകം കുറച്ചും കൂടി ഒരു നുള്ള് അത്ര ഇട്ടിട്ട് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടൊന്ന് ഒതുക്കിയെടുക്കുക. എന്നിട്ട് കടുക് പൊട്ടിച്ച് ആദ്യം ആ ഒരു ഒതുക്കിയെടുത്ത തേങ്ങേൻ്റെ മിക്സ് ഒന്ന് ചൂടാക്കിയെടുത്ത ശേഷം പിന്നെ നമ്മൾ ഇത് കപ്പലങ്ങയും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ ഇതാ ഒരു തേങ്ങയും പുളിയൊക്കെ ഇട്ടിട്ട് ചമ്മന്തിയും കൂടി അരച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളെ ചെറുപയറൊന്ന് കുക്കറിൽ വേവിച്ചു. അങ്ങനെ അതിൻ്റെ എല്ലാ പണികളും കഴിഞ്ഞിട്ടാണ് കേട്ടോ നമ്മൾ ഗ്യാസ് ഒന്ന് തുടച്ചെടുക്കുന്നത്. രാവിലെ ഞാൻ പറഞ്ഞല്ലോ ഗ്യാസ് നല്ല അലങ്കോലമായിട്ട് കിടക്കായിരുന്നു. അപ്പോൾ പണി കഴിഞ്ഞിട്ട് തുടക്കാമെന്ന് വിചാരിച്ചു. ഇല്ലാന്നുണ്ടെങ്കിൽ ഈ പണിയൊക്കെ കഴിയുമ്പോൾ പിന്നെയും ഗ്യാസ് നാശമാവും. മറ്റേ ഗ്ലാസിൻ്റെ ആയതുകൊണ്ട് തന്നെ ഒരു കടുക് പൊട്ടിച്ചാൽ വരെ നമ്മളെ ഈ ഒരു ഗ്ലാസ്സിൽ നന്നായിട്ട് വൃത്തികേടായിട്ട് കാണും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് എല്ലാ പണിയും കഴിഞ്ഞിട്ട് നീറ്റാക്കുകയാണെങ്കിൽ കുറച്ച് നേരമെങ്കിലും അങ്ങനെ നീറ്റായിട്ട് കാണുമല്ലോ, അതുകൊണ്ടാണ് കേട്ടോ. ഈ ഗ്യാസ് തുടച്ച് നീറ്റായിട്ട് കാണുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ ഗ്യാസും കാര്യങ്ങളൊക്കെ തുടച്ചു. മറ്റേ നമ്മൾ ഗ്യാസിൻ്റെ മറ്റു സംഭവങ്ങളൊക്കെ ഒന്ന് കഴുകാനും വേണ്ടിയിട്ട് ഇട്ടിരിക്കുകയാണ് കേട്ടോ. പാലൊക്കെ പോയിട്ട് അതൊക്കെ ആകെ ഇതായിരിക്കണം. അപ്പോൾ അതൊന്ന് വെള്ളമൊഴിച്ച് കുതിർത്താൻ വേണ്ടി വെച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ കറിയൊക്കെ റെഡിയായി. പിന്നെ രാവിലത്തെ മുട്ടക്കറി ഉണ്ട്. പിന്നെ ഇതാ നമ്മുടെ ചെറുപയർ ഉപ്പേരി ഒന്ന് തൂമിച്ചെടുത്തിട്ടുണ്ട്. അതൊക്കെ കഴിഞ്ഞിട്ട് കഴുകാൻ 2-3 പാത്രങ്ങളുണ്ടായിരുന്നു. അതൊക്കെ കഴുകി വെച്ച ശേഷമാണ് അടുക്കള തുടച്ചെടുക്കുന്നത് കേട്ടോ. അടുക്കള തുടച്ച് കഴിഞ്ഞാൽ പിന്നെ അടുക്കളയിൽ നിൽക്കാൻ പറ്റില്ല. എന്നിട്ട് വേഗം പോയിട്ട് കുളിക്കണം. കാരണം അടുക്കളയിൽ നിന്ന് പണിയെടുത്തുകൊണ്ട് നിൽക്കുന്നതിൻ്റെ ഇടയിൽ നമുക്ക് തുടയ്ക്കാൻ പറ്റില്ല. പിന്നെയും ഇങ്ങനെ കാലിൻ്റെ പാടിങ്ങനെ വരും കേട്ടോ. നമ്മൾ അത് ഉണങ്ങിക്കഴിഞ്ഞാലും. അപ്പോൾ അത് ഒരാൾ എത്തി നോക്കുന്നുണ്ടോ, ഞാൻ തുടക്കണണ്ടിട്ട് അപ്പുറത്തെ ഒരാൾ അതിൻ്റെ അവിടെ ആൾ ഭയങ്കര കരച്ചിലാണ് കേട്ടോ. ചില സമയത്ത് നമ്മളില്ലാന്നുണ്ടെങ്കിൽ വേഗം വീടിൻ്റെ ഉള്ളിലേക്ക് കയറുകയും ചെയ്യും കേട്ടോ. പക്ഷേ ഭയങ്കര സ്നേഹമാണ്, വിളിച്ചാലൊക്കെ ഓടി വരും കേട്ടോ. പക്ഷേ ഇതേപോലത്തെ കുറേ എണ്ണങ്ങളുണ്ട്. അതുകൊണ്ട് നമ്മൾ വിളിക്കണ ഏതാണ്, നമ്മൾ തിന്നാൻ കൊടുക്കുന്നത് ഏതാണെന്ന് പെട്ടെന്നൊന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല കേട്ടോ. ഏകദേശം ഓൾമോസ്റ്റ് എല്ലാം ഒരേപോലെയാണ്. അങ്ങനെ തുടക്കലൊക്കെ കഴിഞ്ഞ് കുളിയൊക്കെ കഴിഞ്ഞ ശേഷമാണ് ഭക്ഷണം കഴിക്കുന്നത്. ഇക്ക നല്ല ഉറക്കമായിരുന്നു, വിളിച്ചപ്പോൾ എഴുന്നേറ്റില്ല. അപ്പോൾ ഞാൻ കഴിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ കുറേ ദിവസമായിട്ട് ഡയറ്റും കാര്യങ്ങളൊക്കെ ഏതൊക്കെയോ വഴിക്ക് നടക്കുന്നുണ്ട്. രാവിലെ വർക്കൗട്ട് ചെയ്യാനും ടൈം കിട്ടുന്നില്ല. നമ്മുടെ ഫ്രൂട്ട്സും നമ്മുടെ വെജിറ്റബിൾസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിരിക്കുകയാണ്. ഇക്കാക്ക് വയ്യാത്തതുകൊണ്ട് അങ്ങനെ കടയ്ക്കൊന്നും പോകാറില്ല. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ ഒരു സൈഡിലേക്ക് ആക്കി വെച്ചിരിക്കുകയാണ്. ഇൻഷാല്ലാ ഒക്കെ തുടങ്ങണം. ഇക്ക ഒന്ന് ഓക്കെ ആയിട്ട് വേണം ഒക്കെ തുടങ്ങാൻ വേണ്ടിയിട്ട്. അങ്ങനത്തെ ആ മുട്ടക്കറി എടുത്തിട്ടുണ്ട്. അതിലൊരു മുട്ട എടുത്തു, പിന്നെ കുറച്ചധികം ഉപ്പേരി എടുത്തു. ചോറ് കുറച്ച് എടുത്തിട്ടുള്ളൂ കേട്ടോ. ചോറിൻ്റെ അളവ് മാക്സിമം കുറയ്ക്കാൻ വേണ്ടി നോക്കുകയാണ്. പിന്നെ അതിൻ്റെ കൂടെ നെല്ലിക്ക ഉപ്പിലിട്ടത് എടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഉള്ളിൽ നിന്നൊരു പച്ചമുളക് ഉണ്ടായിരുന്നു, അതും കൂടി എടുത്തിട്ടോ. അച്ചാറിലിങ്ങനെ ഇട്ട പച്ചമുളക് നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. ഇൻഷാല്ലാ. ടാറ്റാ ബൈ ബൈ. സീ യു.